Yo, this is this Gulmarg Gondola welcomes you. അടിപൊളി വഴിയൊക്കെ ഇട്ടാണ് കേട്ടോ നമുക്ക് നടക്കാനായിട്ട്. അത്യാവശ്യം നല്ലൊരു വഴിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീസായി കിടക്കുക താഴെ. സോ നമ്മൾ ഇപ്പുറത്തോടെ നടക്കുന്നതിനാണ് നല്ലത്. ആ ഇത് അതോട്ടോ ഗൊണ്ടോല. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്യാബിന് ഇങ്ങനെ കയറി പോകും മേലത്തോട്ട്. ഓക്കെ, തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. തിരക്കുണ്ടെങ്കിൽ നല്ല സമയം എടുക്കാം നമുക്ക് കയറാനായിട്ട്. അതെ പോകുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു ബിൽഡിങ്, ഇതിനകത്താണ് നമ്മൾ റൈഡ് സ്റ്റാർട്ടാവുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടോ ആ അടുത്ത പോയിന്റിലോട്ട്, ഫേസ് വണ്ണിലോട്ട്? അത്യാവശ്യം ഒരു 10 മിനിറ്റ്. ആ ആക്ച്വലി സ്നോ ഭയങ്കര കൂടുതലുമാണ് അതില്. ഇവിടെ നിന്ന് പോകാൻ നേരത്ത് മേ ബി അത്ര സ്നോ കിട്ടത്തില്ല ആ ക്ലൈമറ്റ്. പക്ഷെ അവിടെ നല്ല സ്നോ ആണ്. ഓക്കെ, അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കയറി ഇങ്ങനെ കറങ്ങി ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ വേണം പോവാൻ. ഫാസ്റ്റ് ഓക്കെ. നമ്മളോട് വെയിറ്റ് ചെയ്തിരിക്കാനാണ് തോന്നുന്നു പറയുന്നത്. നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു വഴി അങ്ങനെ കറങ്ങി അങ്ങോട്ട് പോകാനാട്ടോ പറയുന്നത്. നിറയെ ഫോട്ടോ ഗാലറീസ് അവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നിറയെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ആ വഴി അങ്ങനെ കയറി പോകണം. അപ്പം മേലെ നിന്നാണ് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ആവുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, കാണുന്നില്ലേ? നമ്മുടെ ആൾക്കാർ ഇപ്പം എൻ്റർ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു 10 ടിക്കറ്റ് ഉണ്ട്. ആളെ 5 ടിക്കറ്റ് കൗണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 5 ടിക്കറ്റിൻ്റെ കാര്യം കൂടി ചോദിക്കുകയാണേ. നമുക്ക് കയറി പോകാൻ പറ്റും. നമുക്ക് കയറി പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഡയറക്റ്റ് അതിലോട്ടാണ്. ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കേബിൾ കാർ കോർപ്പറേഷൻ ഡൂ ആൻഡ് ഡോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഗാലറി അല്ല, നേരെ ഫോട്ടോസ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. എൻട്രി ഇതാണ്, കേബിളോട്ടുള്ള എൻട്രി. ഈ ഒരു ക്യാബിൽ ഇരുന്നിട്ടാണോ പോകുന്നത്? ഇതിലൊരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നു. എന്താണ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി ആക്ച്വലി സർവീസിലിരിക്കുന്ന ക്യാബിൻസാണ് ഇതാണ് അകത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നിറയെ ക്യാബിൻസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരു 3 റൗണ്ട് ഇത് നമ്മൾ ഇത് അവരുടെ എടാ ഇതിനെന്തുവാണോ പറയുന്നത്? അവർ സർവീസിലൊക്കെ ചെയ്യുന്ന ക്യാബിൻ കാർ ലൈനാണ് പറയാനുള്ളത്. നൈസ് വ്യൂ.
ബെല്ലാണ് നമുക്ക്. ആ ഇതിൽ നമ്മള് 6 പേരാണ് പറയുന്നത്. 6 പേർക്ക് വന്നിരിക്കാന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ക്യാബിൽ ഇരുന്നാണ് ഓക്കെ. അടുത്തതിലാണ് നമ്മൾ കയറുന്നത്. ഇത് നമ്മുടെ കയറും. നമ്മളിതിൽ നമ്മുടെ ഒരു 6 പേര് കയറും. ഓക്കെ, ഞാനിത് അകത്ത് കയറുവാണേ. ഓക്കെ 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 നമ്മൾ 5 പേരാണ്. ഓക്കെ, അശ്വിനി ഗൊണ്ടാലയിൽ കയറി. ഓക്കെ, വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇത് ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയി. നമ്മൾ കയറി കഴിഞ്ഞ സാധനം ക്ലോസ് ആയി. വിഷ്ണുവിന്റെ മലയാളം ഭയങ്കര മോശമാണെങ്കിൽ ആള് പറയുന്നത് ചിരി. പെർഫെക്റ്റ്. ഓക്കെ, ఇది కొంచెం పట్టుకుంటావా? ఫోన్ కాదు, గ్లౌస్. ఈ గ్లౌస్ కూడా നമ്മുടെ വ്യൂ താഴത്തോട്ടുള്ള വ്യൂ. ഓക്കെ, ഒന്ന് മേളത്തോട്ട് പോവാനും ഒന്ന് താഴത്തോട്ട് വരാനുള്ള ഇതാണ് ഇതിലുള്ള. അപ്പുറത്തെ സൈഡിലുള്ള ആ വയറ് വന്നിട്ട് താഴത്തോട്ട് കൊണ്ടുപോകും. ഇത് നമ്മളെ മേലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഴത്തോട്ട് പോകുന്നുണ്ടോ? താഴത്തോട്ട് പോകുന്നുണ്ടോ? ഇതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ മേലേക്ക് കൊണ്ടുപോകും. ദർശിനി അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഊനാലിരുന്ന് പോകുന്നു. చాలా హెవీ వెయిట్ అయిపోయింది వాళ్ళది. సడన్లీ జట్కా వెళ్ళేగా అశ్విని అందరూ. విఘ్నేష్, దేర్ కార్ ఇస్ వెరీ హెవీ. కారో దిస్ ఇస్ కార్. కార్ ఆయా. క్రాంతి, రంజన, ఉదయ్. యా, She is not moving. జట్కా సడన్లీ. But don't show it to Kranti. Don't show this video to them. సన్ వస్తుంది మంచి. ఇక్కడ చూడు, ఇక్కడ there are so many people playing around. താഴെ ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. താഴെ അവര് കളിക്കുന്നുണ്ട്. See, we should walk through this. That is why this. ഇതില് നമുക്ക് നടന്ന് കയറാം കേട്ടോ. നടന്ന് കയറാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. എടാ, നമുക്ക് അന്ന് സെക്കൻഡ് ടൂറിലോട്ട് നമുക്ക് നടന്ന് കയറിക്കൂടെ? അത് കയറാൻ പറ്റില്ല. അല്ല, ഇവരിങ്ങനെ ഫേസ് 1 ഇങ്ങനെ കയറി വന്ന പോലെ. Phase 1 is 9 minutes or something. ఫ్రీ పాలస్తీన్ అంటే ఇక్కడ కింద താഴെ എന്തോ എഴുതി വെച്ചിരിക്കനെ കുറിച്ച് ആര് പറയുന്നു? ఇక్కడ అందరూ నడుచుకుని వస్తున్నారేమో. కానీ మనం పైకి వెళ్దాం. ఇక్కడ చిల్లర. Yeah, this is waste man here. We should go up so that we can come down easily. ഒരു 9-10 മിനിറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് മേലത്തോട്ട് ഇതുപോലെ പോകാണ്ട്. അത്യാവശ്യം നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് ഇരുന്ന് అది ఫిక్స్డ్ గవర్నమెంట్. ₹100 కూడా లేవు. అది వాడు కూడా ₹800 వెళ్తున్నప్పుడు చూస్తారా? నేను
ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഈ സംഭവത്തിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ എടുക്കണം. ഓൺലൈനിൽ എടുത്താൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. നിറയെ ഹട്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ കാണുന്നുണ്ടോ ഇവിടെ? അവിടെ ആക്ച്വലി ആർക്ക് താമസിക്കുന്നതാണ്. സോളാറൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യങ്ങളൊക്കെ. അതുപോലെ നിറയെ ലൈറ്റിന് വേണ്ടിയിട്ട് നിറയെ കുഞ്ഞു 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 കുഞ്ഞ് అదే అంటే ఇక్కడ కనిపిస్తుంది ఫోటోస్ తీసేటప్పుడు కూడా పోల్స్ కనిపిస్తుంది. ഇവിടെ താഴെ ഇഷ്ടം പോലെ ആൾക്കാർ കളിക്കുന്നുണ്ട്. నడుపుతా మనం ఇటు సైడ్కి వెళ్దాం. ఇటు సైడ్ కానీ ఇటు సైడ్కి వెళ్దాం. లోపలికి కొంచెం బ్రేక్ఫాస్ట్ ಮಾಡ್ಕೊಂಡು ಮತ್ತೆ ಇದಕ್ಕೆ ಬರಬೇಕು. താഴെ നിറയെ വീട് കാണാൻ പറ്റും. ಬಂದು ಹ್ಯಾಂಗ್ ಬರ್ತಾವ ಮತ್ತೆ this rope alone is stopping. ഞാൻ എന്താ പറഞ്ഞിരിക്കണെന്നാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണം. ഒരാൾക്ക് ഫേസ് 1 മാത്രമല്ലേ? ഓക്കെ, ഫേസ് 1 പോകാൻ 810. ദെൻ ഫേസ് 1 to നമുക്ക് ഫേസ് 2 പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ വേറെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഫേസ് 1 എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൾക്കാരുടെ താഴെ നിന്ന് ഇങ്ങനെ മേലത്തോട്ട് പതുക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറെ കളേഴ്സിലുള്ള total with convenience 8,200 होता है. 8,200 by 11. we already took that money. Already took that money. Vijay sir is this pala. We can't ask like that baby. Yeah, that is. What a free వాడి లెక్క వాడి రిస్క్ తీసుకొని వచ్చాడు. സിമ്പിൾ ആയിട്ട് പലകി വെച്ച് അവർ ചെയ്തേക്കണേ. അതിന് മേലെ ഫുൾ മഞ്ഞ് വീണ് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചെന്ന ആ മലയുടെ മേലേക്കാണ് ഇപ്പം നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിതാ ആ കാണുന്ന ഒരു ടവർ ഉണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ടവർ ക്രൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓരോ ടവറിൻ്റെ മേലെയും ആ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ആ 30 ഒരു 16 ടവർ, 16ാമത്തെ ടവറാണ് നമ്മുടെ ഇത് വരുന്നത്. ഫേസ് 1 വരുന്നത്. All the way there na baby కిందికి వచ్చారు. Maybe they have come directly without gondola. There, that side from that side. Yeah. We can't climb this much. കണ്ടോ 14 എഴുതിയിരിക്കുന്നുണ്ടോ? చాలా risky. Risky ఒకటే కాదు అంత 16ാമത്തെ അതാണ് തോന്നുന്നു. നമുക്ക് ഫേസ് 1 നമ്മൾ റീച്ച് ചെയ്യുന്നത്. ఇలా పైకి వెళ్తున్నారు అందరూ. ഫേസ് 1 ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ. Now it will be good here. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ മേലത്തോട്ട് കയറിപ്പോയി. അവിടെ നമുക്ക് സൂര്യൻ കറക്റ്റ് Surya stop from this. No, നമുക്ക് നല്ല stop from this Surya. സൂര്യൻ అక్కడ ఉంది మొత్తం వైట్ మౌంటైన్. ആ സൈഡ് ఫేజ్ 1 ആ സൈഡ് ఫేజ్ 2 సరిగ్గా ആ സൈഡ് ഫുള്ളായിട്ട് ಅಂದ್ರೆ ಅವೈಲೇಬಲ್ ಅಂದ್ರೆ ನಾಟ್ ആ സൈഡ് ഫുള്ളായിട്ട് വൈറ്റ് കളറാണ്. വൈറ്റ് മീൻസ് എന്താന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അവിടെ മഞ്ഞെല്ലാം മൂടി കിടക്കുക. പിന്നെ കംപ്ലീറ്റ് മഞ്ഞ്
മല ഫുള്ളായിട്ട് പോവില്ല. നമ്മൾ അങ്ങനെ ഫേസ് 1 നമ്മൾ വന്ന് റീച്ച് ചെയ്യണം ഗായ്സ്. നമ്മളെ ഫേസ് 1 വന്ന് റീച്ച് ചെയ്തു. നമ്മളത് ഇവിടെ ഇറങ്ങണം. നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. ആക്ച്വലി കൺട്രോൾ ചെയ്യുന്ന ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഓരോ എല്ലാം വരുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ക്യൂ ആണ്. ഇത് ഫേസ് 2 പോകാനുള്ള ക്യൂ ആണ്. ഫേസ് 2 പോകാനുള്ള ക്യൂ ആണ്. फेस 2 का भी मिल जाएगा टिकट्स? नहीं यहाँ टिकट नहीं मिलेगा. चलिए बात छोड़ो. आप जाके खरीद के नहीं जा सकते फेस 2 टिकट अभी जो आप 3 है ना, आप अभी सिटी 5 वो लोग सिटी नहीं कर पाएंगे. आप 3 सिटी कर. നമ്മൾ ഇവിടുന്ന് താഴെ ഇറങ്ങിയാൽ ഇവിടെ ഐസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഷർട്ട്സ് ഉണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം കേട്ടോ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഇവിടെ എന്തി തൊട്ടാലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ആറ്റിറ്റ്യൂഡ് നമ്മളിപ്പോൾ 3050 മീറ്റർ കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ 3050 മീറ്റർ ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊങ്ക് തോന്നും. ഓക്കെ, ഫേസ് 2 പോകുന്ന ആൾക്കാർക്ക് ഇന്നും അത് മേലെ വരെ പോകാൻ പറ്റും. അവിടെയാണ് ഫേസ് 2. ആ കാണുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇത് ഈ അറ്റത്ത് കാണുന്ന അവിടെയാണ് കേട്ടോ ഫേസ് 2 ഉള്ള. അത്ര ഹൈറ്റ് പോകുമ്പോൾ അത് ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. ആക്ച്വലി അശ്വിനി നമുക്ക് നടന്ന് കയറാൻ പറ്റും, പക്ഷെ ഓൺ റിസ്കി കയറേണ്ടി വരും. കണ്ടോ? പക്ഷെ നമുക്ക് നടന്ന് കയറാം, പക്ഷെ ഭയങ്കര കുത്തനെയാണ് അതുള്ള. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടുത്തെ എന്താ പറയുക, കാണാനുള്ള സംഭവങ്ങളൊന്നും പറയില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഓ മൈ ഗോഡ്. നമ്മളിതാ ഈ ഒരു വഴി കൂടെയാണ് നടന്നു പോകുന്നത്. ഇതാ അവരെല്ലാവരും മണ്ണെല്ലാം എറിഞ്ഞു കളിക്കുന്നത്. കം ഗായ്സ്. ಅಣ್ಣ ಶೂಸ್ ನೋಡ್ಕೊಂಡು ഓ ഗായ്സ്, നമ്മൾ ഈ ഒരു എന്തോ ഒരു ചെടി സംതിങ് എന്തോ ആണ്. ഞങ്ങൾ ആ വഴിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങോട്ടേക്കാണ് കയറിപ്പോന്നെ. ഓ, ഇവിടെയും വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് ആകെ അലമ്പാക്കി വെച്ചേക്കുക. അത്യാവശ്യം ചെറിയൊരു തണുപ്പ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. മുഖമെല്ലാം ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ആവുന്നുണ്ട്.
Guys, come fastly. അങ്ങനെ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം മേലെ കയറി കേട്ടോ. ഇവിടെ അത്യാവശ്യം ബ്രീത്തിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മേലെ കയറുന്നതോളം നമുക്ക് പെട്ടെന്ന് ടയേർഡും ബ്രീത്തിന് പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. സീന എടാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് അടുത്ത് കട്ട് ചെയ്ത് ഫൈനലി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകട്ടോ. കഴിഞ്ഞു ഞങ്ങൾ ഒരു 1 hour നിന്ന് വീണ്ടും പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകാണ് കേട്ടോ. അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തോ. സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ പെട്ട് നിർത്തി. പെട്ടുപോയി ഗായ്സ്. ഞങ്ങൾ 6 പേർ നടന്നു പോകുന്നു. ഓ പതുക്കെ വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇതവിടെ 16 എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ 16 ടവർ താഴത്തോട്ട് പോകണം. Concentrate on cable. ആൾക്കാര് താഴെ ഇങ്ങനെ ഓരോ ഒരാൾ നടന്നു ഒരാള് സോളോ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ൊക്കെ പൊതച്ചു മൂടി ഇരിക്കും കേട്ടോ. നല്ല തണുപ്പുണ്ട് എല്ലാവർക്കും. ഒരു ഫ്രീ Socks is fully wet. Toys are like solid. Don't freeze. आप ड्राइवर को भी खरीद लिया क्या? 10 बजे हो गए, कितना घंटे ड्यूटी करते हैं ड्राइवर? നോക്കണേ വീടിന്റെ മേലെ ഫുൾ മഞ്ഞ്. നമ്മളെ പാലക്കാട് മലമ്പുഴത്തെ റോപ്പിലപ്പുരം കയറാത്ത കേറിയിട്ടില്ല അവിടെ. ഇത് രസമുണ്ട്. നമ്മളവിടെ അത്ര ഡിസ്റ്റൻസ് ഇല്ലല്ലോ. ഒന്ന് അത്ര ദൂരത്തുനിന്ന് വന്നിട്ട് ഉള്ളത് 2 പട്ടിശൂണി കാണിക്കാനായിട്ട് ഇതേ പറ്റത്തുള്ളൂ. മലമ്പുഴ റോപ്പിൽ കയറിയിട്ട് ഞാൻ റോപ്പിൽ കയറി പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന് മൈൻഡ് ചെയ്യും. അടിപൊളി വ്യൂ ആട്ടോ. എല്ലാരും ചൂടൊക്കെ അടിച്ച് ഒരാളെ ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ്. പ്ലേയിങ് ഗെയിം അല്ല, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാട്ടോ. ഒരാളെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടോണ്ടിരിക്കുന്നു, ഒരാളെ കയ്യില് ചൂട് ഓക്കെ. അങ്ങനെ ആൾക്ക് ഇട്ട് വരണം വെച്ചപ്പോ സമാധാനത്തിലത് സച്ചിരിക്കണ്ട്. അവൾക്കത് കേട്ടിട്ട് പോലും ഇല്ല, വെറുപ്പില്ല. ഓക്കെ, അങ്ങനെ നമ്മളെ ഏകദേശം താഴെ എത്താറായി. അത്യാവശ്യം നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു കേട്ടോ. താഴെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ആക്ച്വലി അത്രയും ഹൈറ്റിൽ നിന്ന് നടന്ന് താഴത്തോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം ഒരു 2 hour 3 hour നടന്നാലേ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. പക്ഷെ നമുക്കൊരു 9 minutes ഉള്ളൂ ഇതിൽ റോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ. നടന്നു പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു 3 hours നടന്നെന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 hours നടന്നെന്ന് പറഞ്ഞാലേ താഴെ എത്തത്തുള്ളൂ. അതിനുള്ളിൽ പിന്നെ ഈ ഒരു സമയത്ത് എന്താ സീനെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലൈറ്റും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക.
ഓൾറെഡി സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും സമയം കഴിഞ്ഞായിരുന്നു. സോ നമ്മൾ ഫേസ് 2 കൂടെ ബുക്ക് ചെയ്താന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ നേരത്തെ വന്ന് കയറി വൈകുന്നേരത്തെ ഇറങ്ങുവാണെങ്കിൽ അത്യാവശ്യം എന്തേ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറയോ അശ്വിനി, എത്ര മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ്? എങ്ങനെയാണ് ഇവിടുത്തെ എന്താ പറയാ ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ് പറയൂ? ബുക്ക് ചെയ്യുമ്പോൾ അവർ തന്നിട്ടാണ്, ഞങ്ങൾ ആരും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ ആയിസോ ഒക്കെ ഇട്ടായിരുന്നില്ല. പറയൂ, എത്ര നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? അവർ പറയും ഗവൺമെന്റ് ID കൊണ്ടുവരണമെന്ന്, പക്ഷെ അതൊന്നും ചെക്കിംഗ് ചെയ്തില്ല. പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത ശേഷം ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതും ചെക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ടിക്കറ്റ് നോക്കിയിട്ട് വിടുന്നുണ്ട്. പിന്നെ ആക്ച്വലി ക്രൗഡ് ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ നല്ല ക്രൗഡഡ് ഹോളിഡേ സീസൺ ആയതുകൊണ്ടായിരിക്കും. ക്രൗഡ് കമ്മിയാണെങ്കിൽ മേ ബി ദേ വിൽ ചെക്ക്. അത് കഴിഞ്ഞിട്ട് അല്ല, നമുക്ക് ഫേസ് 2 പോവാന്നുണ്ടെങ്കിൽ ഫേസ് 2 ആക്ച്വലി പോവാം. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന അത് ഫേസ് 2 ടിക്കറ്റ്സ് വേഗം തീരും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ സമയമാകുമ്പോഴേക്കും അത് തീർന്നു. ഫേസ് 1 കൂടെ ഒരു 60 ടിക്കറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം അത് 30 സംതിങ് 13 അപ്പോൾ അത് ബുക്ക് ചെയ്തു. പിന്നെ അല്ല, നമുക്ക് 5 മണിക്ക് ശേഷം നിൽക്കാൻ പറ്റത്തില്ല അല്ലേ? 5 മണിയാണ് ലാസ്റ്റ് ഇവിടെ. 5:30 ഫേസ് 1, 5 ഫേസ് 2. ഓക്കെ. പക്ഷെ ഇപ്പോൾ ഇന്ന ആൾക്കാർ വന്ന് എത്താൻ മാക്സിമം 7 മണിക്കെങ്കിലും ആവില്ല അവിടുത്തെ ആൾക്കാർ തീരാനായിട്ട്. അത്രയും ക്രൗഡ് ഇല്ല. സീസൺ ആയതുകൊണ്ട് മേ ബി അതായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇനി നമുക്ക് അവിടെ അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ട്. ആക്ച്വലി ഈ സീസൺ ഈ സമയത്ത് കഴിഞ്ഞ വർഷം 5 to 6 feet സ്നോ ഉണ്ടായിരുന്നോ? ഇത്തവണ ഇല്ല. ഓക്കെ. എവിടെ പോയാലും സ്നോ കുറവാണ്. സ്നോ കുറവാണ്, അതേപോലെ തണുപ്പും കുറവാണ്. അല്ല, മൈനസിലേക്ക് പോകുന്നത് ഇപ്പൊ മൈനസിലോട്ട് പോകുന്നില്ലല്ലോ. അല്ല, -10 താഴെ പോകുന്നത് ഇപ്പൊ -5 ആ ഒരു സംതിങ്ങിലല്ലേ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ. ഓ, നമ്മളത് ഏകദേശം താഴെ വന്ന് എത്തി കേട്ടോ. നമ്മൾ വന്ന് എത്തി കേട്ടോ താഴെ. ഇതാണ് നമ്മളെ ഫസ്റ്റ് കയറിയ സ്ഥലം വന്നിട്ട് ഇതാണ്. ശരി. നമ്മളങ്ങനെ ഇവിടെ വന്ന് എത്തി. അത് ഓപ്പൺ ചെയ്തു. ഫ്രണ്ടിങ്ങിൽ തന്നെ ഇറങ്ങണം. ചെറിയൊരു മൂവിങ് ഉണ്ട് കേട്ടോ. അത് ആ മൂവിങ്ങിൽ തന്നെ നമ്മൾ ഇറങ്ങണം. ഈ മൂവിങ്ങിൽ തന്നെ നമ്മൾ ഇറങ്ങണം. ഓക്കെ, ഇതാണ് എക്സിറ്റ് കേട്ടോ. നമ്മൾ എക്സിറ്റിലോട്ട് വന്നു. അങ്ങനെ നമ്മുടെ റൈഡ് കഴിഞ്ഞു ഗായ്സ്. നമ്മളിതാ പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈഡ് കഴിഞ്ഞു. ഇവിടെ എന്തേലും ഏർജന്റ് ആണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ടാക്സി വേണമെന്നെല്ലാം ചോദിച്ചു നിൽക്കുന്നുണ്ട്. എത്ര ആൾക്കാർ ടാക്സി വേണമെന്ന് ചോദിച്ച് നിൽക്കാം. ഡ്രസ്സെല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടും. ലൈറ്റെല്ലാം ആയിട്ട് സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എൻട്രി പോയിന്റ് അതാട്ടോ. നമ്മൾ അതിൽ കൂടെയാണ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതിൽ കൂടെ എക്സിറ്റ്. ഓക്കെ, നിറയെ വരുന്ന ആൾക്കാർ ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, വരുന്ന ആൾക്കാർ ഇപ്പം ഇറങ്ങി വരുന്നവരാട്ടോ. നോക്കിയത് ഐസും വെള്ളം എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ വരുക ഇവിടെ. ടാക്സി കാണാൻ ചോദിക്കാനായിട്ട് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയിൽ വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടാക്സി അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. കൊണ്ടല്ല ടാക്സി എൻട്രി ക്ലോസ് ചെയ്തു കേട്ടോ. അവിടെ എൻട്രി ക്ലോസ് ചെയ്തു.
ഫ്ലൈറ്റ് എത്തുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഗോണ്ടോല റൈഡ്. താങ്ക്സ്. വിസിറ്റ് അഗെയിൻ. Maybe next year. വിസിറ്റ് അഗെയിൻ.